Hi friends, welcome back to Colors Malayalam Stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫാൻസി ഫ്രോക്കിന്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു 6 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ്. 5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ ഒരു അളവ് മതിയാകും. 6 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ ചെസ്റ്റ് മെഷർമെന്റ് ഒരു 22 ഇഞ്ച് അളവാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ അളവിനനുസരിച്ച് മാറ്റം വരുത്തി കൊടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്കിന് നല്ലൊരു റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ തുണി വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം പൈസയൊന്നും ആവില്ല. അപ്പോൾ സ്റ്റിഫ് നെറ്റ് ഞാനൊരു 1 മീറ്റർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു കോട്ടൻ്റെ ലൈനിങ്ങും 1 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാറ്റൺ ഞാനൊരു 2.5 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 79 രൂപ വില വരുന്ന സാറ്റൺ ആണ്. അതുപോലെ പ്ലെയിൻ നെറ്റ് മീറ്ററിന് 55 രൂപയാണ്. അപ്പോൾ ഇതൊരു ഞാനൊരു 8 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എത്രത്തോളം നെറ്റ് കൂടുതലിടുന്നോ അത്രയും നമുക്ക് ഫ്രോക്കിന് ഭംഗി കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റൻ്റെ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച പീസിന് 10 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 10 ഇഞ്ച് വിഡ്ത്തുമാണ് ഉള്ളത്. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു പീസ് ബാക്ക് പാർട്ടും അതുപോലെ ഒരു പീസ് ഫ്രണ്ട് പാർട്ടുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഭാഗം ഇതുപോലെ നമുക്ക് നേരെ വെക്കുക. അതിനുശേഷം നമുക്ക് 1 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൽ സിപ്പ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ ഷോൾഡർ ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് നെക്ക് വിഡ്ത്ത് ഒരു 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്ക് നെക്ക് ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു 3.5 ഇഞ്ചിൽ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ചിൽ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്കും ആം ഹോളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സ്കെയിൽ വെച്ച് ഇതിനൊക്കെ ഒരു ബോക്സ് ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു നെക്കിന് യു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റിന് ഞാനിവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വേസ്റ്റിന് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 2 മാർക്കിങ് കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോള് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും താഴോട്ടേക്ക് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്നും താഴോട്ടൊരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിൽ നിന്നും കൈക്കുഴിയിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നെക്കിൽ നിന്നും കൈക്കുഴിയിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് പോകരുത്. ആദ്യം നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പീസ് കയ്യിലെടുത്തുകൊണ്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കുക. തുണി നീങ്ങി കളിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
ഈ 1.5-ൽ നിന്നും മാർക്ക് ചെയ്തെടുത്ത് നിന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോലെ തന്നെ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല വശവും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് കൈക്കുഴിയിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കതിന് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ മറിച്ചിട്ടെടുക്കാം. അതുപോലെ ബാക്ക് പാർട്ടിന് ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിന് തട്ടാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ടെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടിൽ 2 പീസ് നമുക്ക് മറിച്ചിട്ടെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിനും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ള നെറ്റ് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 14 ഇഞ്ച് ലെങ്ത്തും അതുപോലെ 48 വിഡ്ത്തും ഉള്ള നെറ്റാണ്. അതായത് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് കൂടുതലും അതുപോലെ നമ്മുടെ വിഡ്ത്തിൻ്റെ നേരെ ഡബിൾ എടുത്താൽ മതിയാവും. പക്ഷേ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുണിക്കനുസരിച്ചിട്ട് നമുക്കിതിന് ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇതുപോലെ ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ട് സൂചി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫ്രില്ല് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റിനെ ഇതുപോലെ നെക്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഫ്രില്ലും സെറ്റ് ചെയ്തിട്ട് നമുക്ക് പിൻ ചെയ്തിട്ടെടുക്കണം. നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രില്ല് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഫ്രില്ല് ചെയ്യുന്നതിന് നമുക്ക് മുട്ടുസൂചി കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും അതുപോലെ നെക്കും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 13 ഇഞ്ച് അളവിലാണ് ഇത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസും 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത്
മാറ്റാം. അത് നമുക്കിതുപോലെ 1.5 ഇഞ്ചിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സാറ്റൻ്റെ പീസ് ഒരു 5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 4 ഇഞ്ചിൽ നമുക്ക് 4 ഇഞ്ചിൽ നിന്ന് ഫ്രണ്ട് പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസിൽ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അവിടുന്ന് വീണ്ടും നമ്മളൊരു 4 ഇഞ്ചിൽ ബാക്ക് പീസിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇവിടെ നിന്നും ഇതുപോലെ മടക്കി മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതുപോലൊരു സാറ്റൻ്റെ പീസ് ഞാൻ വേസ്റ്റിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ സാറ്റൻ്റെ പീസ് കോണായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 7 ഇഞ്ച് വീതിയിൽ ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 36 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ യോക്കിൻ്റെ 9 ഇഞ്ച് 36 നിന്ന് മൈനസ് ചെയ്ത് 27 ഇഞ്ചും അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 28 ഇഞ്ചിൽ ഞാനിവിടെ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ സ്കേർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി സ്റ്റിഫ് നെറ്റ് ഇതുപോലെ നേർ പകുതിയായി കട്ട് ചെയ്തിട്ട് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കോട്ടൻ്റെ പീസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്രില്ല് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നെറ്റ് കട്ട് ചെയ്തിട്ടെടുക്കാം. നെറ്റ് ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് യോക്കിൻ്റെ ലെങ്ത്ത് കഴിച്ച് ബാക്കിയുള്ള 28 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ നമുക്ക് എത്രയാണോ അതിൽ ഫ്രില്ല് വേണ്ടത് അതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിനെ ഈ ഒരു നെറ്റ് സാറ്റൻ്റെ പീസിൽ നമുക്ക് ഫ്രില്ല് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ സാറ്റൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ഇതിൽ ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ഫ്രില്ല് ചെയ്യാൻ തുടങ്ങിയാൽ മതി. ഇതുപോലെ നമുക്ക് ഫ്രില്ല് ചെയ്തിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഫ്രില്ല് ചെയ്തിട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മെഷീൻ്റെ സ്റ്റിച്ച് വലുതാക്കിയിട്ട് നെറ്റിൻ്റെ ഒരു വശത്ത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിവശത്തുള്ള നൂല് വലിച്ചെടുത്ത് നമുക്ക് ഫ്രില്ല് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കത് സാറ്റണിൽ ജോയിൻ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാനിതുപോലെ ഫ്രില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിഫ് നെറ്റ് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് കോട്ടൻ്റെ പീസ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക്
യോക്ക് പാർട്ട് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിഫ് നെറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ടൻ്റെ പീസ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രില്ല് ചെയ്ത് വെച്ച ഈ ഒരു പീസ് ഇതുപോലെ നമുക്ക് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറിച്ചിടുമ്പോൾ ഇതുപോലെ കിട്ടും. അതിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നും പുറത്ത് കാണില്ല. അപ്പോൾ നമ്മൾ ഫ്രോക്ക് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്ത് ജിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് വിട്ടത് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇൻവിസിബിൾ ജിബ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ജിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജിബിൻ്റെ താഴ്വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് മുഴുവനായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടാണ് ഈ ഫ്രോക്ക് ചെയ്തെടുത്തതെന്ന് പറയുന്നില്ല, പക്ഷേ ഇതിൻ്റെ മെത്തേഡ് വളരെ ഈസിയാണ്. അപ്പോൾ അല്പം സമയമെടുത്ത് ക്ഷമയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് ഞാൻ ഇതുപോലെ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത മറ്റൊരു ഫ്രോക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.